SK നമുക്ക് ശ്രീമതി ടീച്ചർ, പ്രധാനപ്പെട്ട വനിതാ നേതാവ് ശ്രീമതി ടീച്ചറെ ഒന്ന് കണ്ടുപിടിക്കണം. ശ്രീമതി ടീച്ചർ ഇങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട്. ശ്രീമതി ടീച്ചറുടെ അടുത്തേക്ക് ഞാൻ പോവുകയാണ്. SK പാർട്ടിയിൽ വനിതാ പ്രാതിനിധ്യം പൊതുവിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലം, കാരണം ലോക്കൽ സെക്രട്ടറിമാരായൊക്കെ മുൻപ് വനിതകൾ ഉണ്ടാകാറില്ല. ശ്രീമതി ടീച്ചർ, പാർട്ടിയിൽ പൊതുവെ വനിതാ പ്രാതിനിധ്യം വർദ്ധിച്ച ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലാണ് ഈ മധുര പാർട്ടി കോൺഗ്രസ് ആരാ പറഞ്ഞത് വനിതാ പ്രാതിനിധ്യം കുറഞ്ഞു വർദ്ധിക്കുന്നു? ഞാൻ വിചാരിച്ചു നിങ്ങൾ വനിതാ പ്രാതിനിധ്യം വർദ്ധിക്കുന്നു. പാർട്ടിയിൽ ലോക്കൽ സെക്രട്ടറി, ചില ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ ലോക്കൽ സെക്രട്ടറി വരെ വലിയ തോതിലുള്ള പ്രാതിനിധ്യം വന്നു. നേതൃതലത്തിൽ ഇനിയും പ്രാതിനിധ്യം വരേണ്ടത്. അതാണ് ഒരു കാലത്ത് നമ്മുടെ പാർട്ടിയിൽ പാർട്ടി മെമ്പർമാർ പോലും വളരെ കുറവായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ നിരന്തരമായ പരിശ്രമത്തിലൂടെ ഏകദേശം 25% പാർട്ടി മെമ്പർഷിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു. മാത്രമല്ല എല്ലാ തലങ്ങളിലും ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകർ, കേഡർമാർ എന്നുള്ള നിലയിൽ ഫുൾ ടൈം കേഡേഴ്സ്, ഏകദേശം 500-ലധികം ഫുൾ ടൈം കേഡേഴ്സ് ഉള്ള ഒരു വനിതാ കേഡേഴ്സ് ഉള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. അത് പാർട്ടിയുടെ നിരന്തരമായ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ്. അത് നിങ്ങൾക്കറിയില്ലേ? അതിന് മുൻപ് ഞാൻ വരുന്ന കാലത്ത് എൻ്റെ പഞ്ചായത്തിൽ തന്നെ 3 പാർട്ടി മെമ്പർമാരെ ഞാൻ അറിയുന്നവരുണ്ടായിരുന്നുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നവിടെ 100 കണക്കിൽ പാർട്ടി മെമ്പർമാരുണ്ട്. അതായത് വളരെ ഡെലിബറേറ്റായിട്ട് ഞങ്ങളുടെ പാർട്ടി നടത്തിയ ശ്രമം, സ്ത്രീകളെ ഫുൾ ടൈമേഴ്സായിട്ട് തന്നെ കൊണ്ടുവരാനുള്ള ശ്രമം വിജയിച്ചുകൊണ്ടിരിക്കുന്നു. യാതൊരു സംശയവും വേണ്ട. അനധിവിദൂര ഭാവിയിൽ നല്ല പങ്കാളിത്തത്തോടുകൂടി എല്ലാ തലങ്ങളിലും സ്ത്രീകൾ വരും എന്ന ആത്മവിശ്വാസം, ശുഭപ്രതീക്ഷയുമാണ് എനിക്കുള്ളത്. വിദൂര ഭാവിയിൽ നമുക്കൊരു വനിതാ ജനറൽ സെക്രട്ടറിയെ, വനിതാ സംസ്ഥാന സെക്രട്ടറിയെ കാണാൻ പറ്റും? അതാ, ഇത് നമ്മൾ അങ്ങനെയുള്ള ചോദ്യത്തിനൊരു പ്രസക്തിയില്ല. എല്ലാ തലത്തിലും വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. താങ്ക് യു. നമുക്ക് MA ബേബി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. MA ബേബി പോളിറ്റ് ബ്യൂറോ അംഗം, കോഴിക്കോട് പാർട്ടി കോൺഗ്രസിൽ പാർട്ടി PB-യിലേക്ക് എത്തിയ MA ബേബി, മുതിർന്ന നേതാവ്, നമ്മുടെ പാർട്ടി സൈദ്ധാന്തികൻ എന്നുള്ള നിലയിൽ കൂടി അറിയപ്പെടുന്ന MA ബേബി നമ്മളോടൊപ്പം ചേരുകയാണ്. മധുര പാർട്ടി കോൺഗ്രസ് രാജ്യം ഉറ്റുനോക്കുകയാണ്. മധുര പാർട്ടി കോൺഗ്രസ് വളരെ സങ്കീർണമായ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കൂടുന്നത്. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനങ്ങൾ ഈ പാർട്ടി കോൺഗ്രസിൽ കൈക്കൊള്ളും. ഒന്ന്, നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്ന കേന്ദ്ര BJP ഗവൺമെൻറ്റിനെ, ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSSൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ, ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളെ അണിനിരത്തിക്കൊണ്ട് കേന്ദ്ര ഭരണത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാനുള്ള ദീർഘകാല സമരം, അതാണ് ഒരു പ്രധാന കടമ. ആ സമരത്തിൽ പങ്കാളിയാകാൻ CPIM-നും ഇടതുപക്ഷത്തിനും സ്വതന്ത്രമായ ശക്തി പല മടങ്ങ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇത് രണ്ടും ഈ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യാൻ പോവുകയാണ്. ജനറൽ സെക്രട്ടറി ഇല്ലാതെ ഒരു പാർട്ടി കോൺഗ്രസ് നടക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഒരുപക്ഷെ ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലില്ല. പുതിയ നേതൃനിര വരൽ. 3 തവണ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് പ്രകാശ് കാരാട്ട് PB-യുടെയും CC-യുടെയും കോർഡിനേറ്ററായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സഖാവ് സീതാറാം യെച്ചൂരി ഇല്ല എന്നുള്ളൊരു ശൂന്യതയുണ്ട്. പക്ഷെ സഖാവ് പ്രകാശ് കാരാട്ടിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും ആ ശൂന്യത നികത്താൻ കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ തീരുമാനങ്ങൾക്കൊപ്പം സംഘടനാപരമായും ആവശ്യമായ തീരുമാനങ്ങൾ മധുര പാർട്ടി കോൺഗ്രസ് കൈക്കൊള്ളും. ജനറൽ സെക്രട്ടറി ആവുന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അത് എന്നോട് സ്നേഹമുണ്ടെന്ന് അവകാശപ്പെടുന്ന ചിലർ, പക്ഷേ പാർട്ടിയോട് വേണ്ടത്ര സ്നേഹമില്ലാത്തത് കൊണ്ട് നടത്തുന്ന ഒരു അസത്യ പ്രചരണമാണ്. താങ്ക് യു. SK വളരെ കൃത്യമായി പറയുന്നത് MA ബേബി ജനറൽ സെക്രട്ടറി ആവുമെന്ന പ്രചരണം അത് പാർട്ടിക്ക് ഓട് സ്നേഹമില്ലാത്തതിൻ്റെ പ്രചരണമാണ് എന്നുള്ളതാണ്. സമ്മേളനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. SK നമുക്ക് അല്പസമയത്തിനകം സമ്മേളനത്തിലേക്ക് കടക്കാം. മധുര പാർട്ടി കോൺഗ്രസ് ഒരുപക്ഷെ രാജ്യം ഉറ്റുനോക്കുന്ന ഈ പാർട്ടി കോൺഗ്രസിൽ നിർണായക തീരുമാനവും പുതിയ നേതൃനിരയും ഉണ്ടാകുമെന്നുള്ളതാണ് വസ്തുത. SK